പലതും പറയാനുണ്ട്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കില്ല. കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് അംഗീകരിക്കില്ല. ഇനി അംഗീകരിച്ചാൽ നിങ്ങളത് നടപ്പാക്കുകയുമില്ല. കാരണം ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത്രയേറെ വിദ്യാർത്ഥികളുമായി ഈ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ടും അങ്ങനെ ഇടപെടുന്ന ധാരാളം സുഹൃത്തുക്കളുള്ളത് കൊണ്ടും നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പോലും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾക്കത് തിരിയൂല. ചെറുതല്ലേ 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 എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാലഘട്ടമല്ല. ഉള്ളിൽ തോന്നുന്നതൊക്കെയും കാണാനും കേൾക്കാനും പറയാനും സംവദിക്കാനും മെസ്സേജ് അയക്കാനും ഇനി വിളിക്കാനും എളുപ്പമുള്ളൊരു കാലത്താണ്. പണ്ട് നിങ്ങളൊക്കെ പാത്തും പതുങ്ങിയുമാണ് നിങ്ങളുടെ കമിതാക്കളെ വിളിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുമ്പോൾ മാത്രം കാണുന്ന ഒരു ക്രഷായിരുന്നു നിങ്ങളുടെ കമിതാക്കളെങ്കിൽ ഇന്നത് മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ഗേൾ ഫ്രണ്ടുകളും ബോയ് ഫ്രണ്ടുകളും അവരുമായിട്ട് അത്രയും വൃത്തികെട്ട രൂപത്തിലുള്ള ചാറ്റിങ്ങുകളും, കാരണം സ്വന്തമായിട്ട് മൊബൈൽ ഫോണുകളുണ്ട്, 24 മണിക്കൂർ കൊണ്ട് മാഞ്ഞു പോകുന്ന മെസ്സേജുകളുള്ള സ്നാപ്ചാറ്റുകളുണ്ട്. അതിൽ തെമ്മാടിത്തരം നിറഞ്ഞ വീഡിയോകളും ഫോട്ടോകളും പരസ്പരം ഷെയർ ചെയ്യുകയും ഇതിനായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ തലമുറക്കാർ. ഇത് വെറും വാക്കല്ല, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷെ വലിയൊരു കൂട്ടം കുട്ടികൾ ഇതിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇത് ഗൗരവപൂർവ്വം നിങ്ങൾ എടുക്കുക. ഇത് ഒരു താക്കീതായിട്ട് നിങ്ങൾ എടുക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ മക്കളുടെ മൊബൈലുകൾ നിങ്ങൾ ചെക്ക് ചെയ്യ്. നിങ്ങളുടെ മക്കൾ ആരോടാണ് സംസാരിക്കുന്നത്, എത്ര നേരമാണ് മൊബൈലിൽ ചെലവഴിയുന്നത്, ഈ സ്നാപ്ചാറ്റുകളിലൂടെ മക്കൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോകളും വീഡിയോകളും എത്തരത്തിലുള്ളതാണ്, ചെക്ക് ചെയ്യ്. മക്കളെ വലിയ അർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട. കാലം മാറി. കത്തെഴുതിയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടല്ല അതിന് മറുപടി വരുന്നത്. സെക്കൻഡുകൾ വെച്ചിട്ട് മറുപടി കിട്ടാൻ കെൽപ്പുള്ള ഡിവൈസുകൾ അവരുടെ കയ്യിലുണ്ട്. ഈ ചെറുപ്രായത്തിൽ നമ്മളത് ഉപയോഗിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ അതുണ്ട്. എൻ്റെ മക്കൾ ടെക്നോളജിക്കലി ഭയങ്കര സംഭവമാണ് എന്ന് ബീമിളക്കുന്നതിന് മുന്നേ അതിലുള്ള അപകടങ്ങൾ നമ്മുടെ മക്കൾ പെട്ടുപോയിട്ടുണ്ടോയെന്ന് ഇന്ന് തന്നെ ശ്രദ്ധിച്ചു നോക്ക്. അല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ ഈ ഗതിയിൽ കാണേണ്ടി വരും. പടച്ചോൻ കാക്കട്ടെ.